ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2026 സീസൺ 1 അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രശസ്ത സംവിധായകനും ജൂറി ചെയർമാനുമായ ബ്ലെസ്സിയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. വിവിധ വിഭാഗങ്ങളിലായി 16 അവാർഡുകളാണ് ഇത്തവണ നൽകുന്നത്. മികച്ച ചിത്രത്തിന് 1 ലക്ഷം രൂപയും രണ്ടാമത്തെ ചിത്രത്തിന് 50,000 രൂപയുമാണ് സമ്മാനമായി ലഭിക്കുക. ഞാൻ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ് ബെന്നി പി നായകലോ. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഡയറക്ടർ ബ്ലെസ്സി, അദ്ദേഹം ഞങ്ങളുടെ ഒരു മെമ്പർ കൂടിയാണ്. ഇത് ഡയറക്ടർ ജോസ് തോമസ്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കൃഷ്ണകുമാർ, എക്സിക്യൂട്ടീവ് റൈറ്റർ കൃഷ്ണകുമാർ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ ഇന്ന് ഈ പത്രസമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം റൈറ്റേഴ്സ് യൂണിയൻ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഈ വർഷത്തെ ഭരണസമിതി നടത്തി കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടിൻ്റെ പ്രഖ്യാപനമാണ്. ഇതിൻ്റെ ജൂറി ചെയർമാൻ ശ്രീമാൻ ബ്ലെസ്സിയാണ്. മറ്റ് ജൂറി മെമ്പേഴ്സ് ജിത്തു ജോസഫ്, അൻവർ റഷീദ്, ജോമോൻ ടി ജോൺ, തരുൺ മൂർത്തി. ഇവർ നിശ്ചയിച്ച അവാർഡുകളാണ് ഇന്നിവിടെ ജൂറി ചെയർമാൻ പ്രഖ്യാപിക്കുന്നത്. ഷോർട്ട് ഫിലിം കോമ്പറ്റീഷന് ഇത് ആദ്യമാണ്. ഇതിനു മുമ്പ് തിരക്കഥകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ തിരക്കഥാ മത്സരങ്ങളും ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല തരത്തിലുള്ള അംഗീകാരങ്ങളിലേക്ക് എത്തുക, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് റൈറ്റേഴ്സ് യൂണിയൻ്റെ ഇതിൽ നിന്ന് കൂടെ ലക്ഷ്യമാക്കുന്നത്. ജൂറിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു ഉദ്യമം തന്നെയായിരുന്നു. ഏതാണ്ട് 200-ൽ പരം ചിത്രങ്ങൾ എത്തുകയും അതിൻ്റെ ഒരു ഫൈനൽ റൗണ്ടുകളിലേക്കൊക്കെ പല ഘട്ടങ്ങളായിട്ട് എത്തുകയൊക്കെ ചെയ്തപ്പോൾ ഷോർട്ട് ഫിലിം രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രതിഭ തെളിയിക്കുന്ന ധാരാളം ചിത്രങ്ങൾ കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായ പല ഒരുപാട് മുൻനിരയിലേക്ക് വന്ന പല ചിത്രങ്ങളുണ്ട്. അപ്പം അതിൽ നിന്ന് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമാണ്. കാരണം ഒന്ന് മറ്റൊന്നിനോട് കോമ്പീറ്റ് ചെയ്യുന്നതല്ല. കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള തനതായ രീതിയിലുള്ള ശൈലി ഉണ്ടാകുന്നു, കാഴ്ചപ്പാട് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര രംഗത്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം രംഗത്ത് പ്രതിഭകൾ എത്രത്തോളം വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു റൈറ്റേഴ്സ് യൂണിയൻ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതിൽ നിന്ന് അർഹതപ്പെട്ട ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനം ലഭിക്കാതെ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെ ആയിരുന്നു ജൂറിയുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യവും തീരുമാനവും ഒക്കെ തന്നെ. അങ്ങനെ മികച്ച ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത് കോവർട്ടി എന്ന ഒരു ചിത്രമാണ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഒപ്പണൻ്റ് എന്ന ചിത്രത്തിനാണ്. ഈ രണ്ട് ചിത്രങ്ങളും വളരെ ചില നേരിയ ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളും മികച്ചതായിട്ട് തന്നെയാണ് ജൂറി ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്ക് അതിനോട് പറയാനുള്ളത്. ഒപ്പം തന്നെ മികച്ച വിനോദ മൂല്യമുള്ള ചിത്രം പ്രേമ പലഹാരം. വളരെ അധികം എല്ലാവരും ഒരേപോലെ തന്നെ അതിനെ കണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് പ്രേമ പലഹാരം. മികച്ച സംവിധായകൻ ആമോസ് ടി ജി, ഒപ്പണറ്റ്. മികച്ച തിരക്കഥ വിമൽ ഗോപാലകൃഷ്ണൻ, രോഹിൻ രവീന്ദ്രൻ നായർ, ചിത്രം കോവർട്ടി. മികച്ച കഥ ശരത് തമ്പാട്ട്, ചിത്രം മെയിൽ ഡേ. മികച്ച ഛായാഗ്രഹൻ സ്വപ്നിൽ എസ്, സുനിൽ ആർ ബോർക്കർ, ചിത്രം കോവർട്ടി. മികച്ച എഡിറ്റർ ആശിഷ് ഉണ്ണികൃഷ്ണൻ, ചിത്രം പ്രേമ പലഹാരം. മികച്ച നടൻ കിഷോർ റോഷിക്, ചിത്രം ഒപ്പണൻ്റ്. മികച്ച നടി രജിഷ വിജയൻ, ചിത്രം കോവർട്ടി. മികച്ച ബാലതാരം
അനികേത് അനു, ചിത്രം ചിക്കൻ കറി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിലെ പുരസ്കാരങ്ങൾ കിട്ടിയത് അല്ലെങ്കിൽ മത്സരത്തിൻ്റെ അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും തന്നെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതാനും സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ കൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സംവിധാനം നസീം സ്വാബ, ചിത്രം പ്രേമ പലഹാരം. തിരക്കഥ ശരത് തമ്പാട്ട്, ചിത്രം മേ ഡേ. അഭിനയം ശരത് രാഘവൻ, ചിത്രം KL13, ഒരു മെട്രഡോറിയൻ യാത്ര. അഭിനയം ഹെലൻ എലിസബത്ത് ജോർജ്, ചിത്രം പ്രേമ പലഹാരം. ബാലതാരം വൈശാഖ് രാഘവൻ, ചിത്രം KL13, ഒരു മെട്രഡോറിയൻ യാത്ര. ഇതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളും അതിലെ പങ്കെടുത്ത ആൾക്കാരുടെ ലിസ്റ്റ്. മികച്ച ചിത്രത്തിന് 1,00,000 രൂപയും രണ്ടാമത്തെ ചിത്രത്തിന് 50,000 രൂപയുമാണ് സമ്മാനവും ശില്പവും സർട്ടിഫിക്കറ്റും. ക്യാഷ് അവാർഡ് ഉൾപ്പെടെ പുരസ്കാരങ്ങൾ ജൂലൈ 18 വൈകിട്ട് 3 മണിക്ക് പരമാര റോഡിലുള്ള ഹോട്ടൽ ലൂമിനാറിലാണ് നടക്കുന്ന ചടങ്ങിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ്. എല്ലാവരുടെയും സാന്നിധ്യം ഈ ക്ഷണിക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, ഷോർട്ട് ഫിലിം രംഗത്തൂടെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സിനിമയിലേക്കുള്ള പുതിയ പ്രതിഭകളുടെ കടന്നുകയറ്റം എന്ന് പറയുന്നത്. അപ്പം ധാരാളം അത്തരത്തിലുള്ള ഷോർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട പ്രോത്സാഹനം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് റൈറ്റേഴ്സ് യൂണിയൻ ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ച്. അതുകൊണ്ട് നാളത്തെ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവരെ ഏറ്റവും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമായിട്ട് കണ്ട് നിങ്ങളെ എല്ലാവരും 18-ാം തീയതി നടക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. താരങ്ങളുണ്ടാവും, ഡയറക്ടേഴ്സ് ഉണ്ടാവും, പ്രധാനപ്പെട്ട തിരക്കഥാകൃത്തുകൾ എല്ലാവരും ഉണ്ടാവും. ഇൻഡിവിജ്വലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടും പുതിയ ആൾക്കാരുടെ തോട്ടുകളെയൊക്കെ ഭയങ്കര രസകരമായി തോന്നിയിട്ടുള്ളതാണ്. അപ്പം അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഇപ്പം വളരെ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ കാണാൻ കഴിയണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. തിരക്കഥകൾ ഉണ്ടാവുക, നല്ല സിനിമയെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആണ് നമ്മുടെ ഒരു മുഖ്യമായ ഈ ഒരു കോമ്പറ്റീഷൻ നടത്താനുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് വളരെ നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. ഞങ്ങളുമൊക്കെ ഈ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു വലിയൊരു സന്തോഷത്തിൽ നിൽക്കുന്നതാണ്. ഗംഭീര തോട്ടുകളായിട്ടുള്ള നമ്മൾ കൂടുതലും യങ്സ്റ്റേഴ്സ് തന്നെയാണ് വന്നത്. ഏറ്റവും നന്നായി പെർഫോം ചെയ്തതായിട്ട് തോന്നിയത് നമ്മളിപ്പോൾ ഇവിടെ വന്ന 10 സിനിമകളുടെയും പേരുകളുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഒരു 90% യൂട്യൂബിൽ അവൈലബിൾ ആണ്, മിക്കതും അവൈലബിൾ ആണ്. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ പുതിയ കാലത്തിൽ പുതിയ യങ്സ്റ്റേഴ്സ് ചിന്തിക്കുന്നതിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ്, മലയാള സിനിമ പുതിയ ഏത് തലത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു കൃത്യമായൊരു ധാരണ നമുക്ക് കിട്ടും. അതായത് എല്ലാ സിനിമകളും അവസാന റൗണ്ടിൽ വന്ന 10 സിനിമകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വിഷ്വലിലുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ആദ്യ റൗണ്ടിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു അവസാന 10 എത്തുക എന്ന് പറയുന്നത് തന്നെ ചിലത് നമ്മൾ വളരെ വിഷമത്തോടു കൂടി റിജക്ട് ചെയ്ത് 10 വെച്ചിട്ടാണ് നമ്മളൊരു ഫൈനൽ ജഡ്ജ്മെന്റ് നടത്തിയത്. അപ്പോൾ അത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും ഒന്നിനൊന്നും മെച്ചപ്പെട്ട റിപ്പോർട്ടുകളാണ്. ഇവിടെ ഇതിനെപ്പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം, ഒന്നും യാതൊരു തരത്തിലും വരാത്ത വളരെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നല്ലോ എന്ന് നമ്മളെപ്പോലും അതിശയപ്പെടുത്തുന്ന രീതിയിലുള്ള ചിന്തകളാണ്. അത് ഈ അവാർഡ് കിട്ടിയത് മാത്രമല്ല, തഴയപ്പെട്ടതെന്നല്ല, ഈ 10 വന്നിട്ട് അവാർഡിനൊന്നും അർഹതപ്പെടാതെ പോയ സിനിമകൾ പോലും ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അത് പ്രേമപലഹാരം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിൻ്റെയൊക്കെ ചിന്തകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒരു ചെറിയ ഒരു കണ്ടന്റ് വെച്ചിട്ട് ഉള്ള ഒരു പ്രണയത്തെക്കുറിച്ചും ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുന്നതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത്തരം ചിന്തകൾ പുതിയ കുട്ടികളിൽ നിന്ന് വരുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു യൂണിയൻ്റെയും ലക്ഷ്യം.
തീർച്ചയായും ഇതിൽ നിന്ന് ഇപ്പം നമ്മുടെ ബേസിൽ ജോസഫ് ഇതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൽ നിന്ന് വന്ന ആളാണ്. അവർ ഒത്തിരി പേര് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൽ നിന്ന് വന്നത്. തീർച്ചയായും ഇതിലുള്ള കുട്ടികൾ നാളത്തെ സിനിമയിലുള്ള മികച്ച സംവിധായകരായും അഭിനേതാക്കളായി വരുമെന്ന് തന്നെയാണ്. അവരെ ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ജൂറി അവാർഡ് എന്ന് പറഞ്ഞാൽ 1-2 കാറ്റഗറി, ഇത് 5 കാറ്റഗറിയിൽ ഞങ്ങൾ അങ്ങനെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ 1-2 കഴിഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെ ഈ അവാർഡിനെ അങ്ങനെ നമ്മൾ കാണുന്നില്ല. 1 സമ്മാനം, അല്ല ഏറ്റവും നല്ല ചിത്രം, 2ാമത്തെ ചിത്രം എന്ന് കാണുന്നില്ല. പക്ഷെ അങ്ങനെ എല്ലാ സിനിമകൾക്കും കൂടെ ഒരു അവാർഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് സീസൺ 1 മാത്രമാണ്. അടുത്ത വർഷവും വിപുലമായ രീതിയിൽ റൈറ്റേഴ്സ് യൂണിയനിൽ നടത്താനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.